സകല ലോകത്തിന്റെയും രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടു. ആ ധന്യവും നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ വന്ദനം അറിയിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് ഏവരെയും ക്രിസ്തുയേശു നിസ്തുല്യ നാമത്തിൽ ഹാർദവമായി സ്വാഗതം ആശംസിക്കുന്നു. ദൈവജനത്താൽ ഓരോ നിമിഷവും ഓരോ ദിവസവും നാം പണിയപ്പെടുന്നതിനായി കർത്താവിന് മഹത്വം കരയിട്ടു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് യേശു ക്രിസ്തുവിന്റെ വരവിൽ എടുക്കപ്പെടുന്നവരുടെ യോഗ്യതകൾ എന്ന വിഷയത്തിന്റെ ഒന്നാമത്തെ പോയിന്റാണ്. അതെല്ലാം ഞാൻ വളരെ ചുരുക്കി പറയുന്നു. അതൊക്കെ വളരെ വിശദമായി നിർബന്ധമായും സഭകളിൽ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ട സബ്ജക്റ്റാണ്. അതിന് ദൈവം അവസരം ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു, കർത്താവിന്റെ വരവിൽ ആരൊക്കെ എടുക്കപ്പെടും എന്നുള്ളതിന് അത് മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞായിരുന്നു. ആ എളുപ്പവഴി എന്തെന്ന് ചോദിച്ചാൽ, എടുക്കപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ പോരെ എന്നുള്ളതായിരുന്നു. അങ്ങനെ എടുക്കപ്പെട്ട ഒരാളോട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ആ എടുക്കപ്പെട്ട ആളാരാണ്? എബ്രായലേഖനം 11-ാം അധ്യായം 5-ാം വാക്യത്തിൽ വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അടുത്ത വാക്ക്, താൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് താൻ എടുത്തുകൊള്ളപ്പെടുന്നതിന് മുന്നമേ സാക്ഷ്യം പ്രാപിച്ചു. ഈ വാക്യത്തിൽ നിന്നുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ പഠനം തുടങ്ങി വെച്ചത്. ഞാൻ ഇതിന്റെ ബാക്കി പറയുവാൻ ദൈവം ശരണപ്പെടുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, എടുക്കപ്പെടുന്നവരുടെ ഒന്നാമത്തെ യോഗ്യത. പഴയ നിയമത്തിലെ പോയിന്റ് ആയതുകൊണ്ടാണ്, ഓർഡർ അനുസരിച്ചാണെങ്കിൽ പിന്നീട് പറഞ്ഞാൽ മതി. പക്ഷെ ഞാൻ ആ പുസ്തകത്തിന്റെ ക്രമം അനുസരിച്ച് പഴയ നിയമം ഞാൻ തുടങ്ങിയത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ദൈവത്തോട് കൂടെ നടന്ന് ദൈവത്തെ പ്രസാദിപ്പിച്ച ഹാനോക്ക് എടുക്കപ്പെട്ടു. ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നുള്ള സാക്ഷ്യം എടുത്തുകൊള്ളപ്പെടുന്നതിന് മുന്നമേ പ്രാപിക്കണം എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചത്. അപ്പോൾ എടുത്തുകൊള്ളപ്പെടുവാനുള്ള ഒന്നാമത്തെ യോഗ്യത ദൈവപ്രസാദം ലഭിക്കുക, അഥവാ ദൈവത്തെ പ്രസാദിപ്പിക്കുക. നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ എടുത്തുകൊള്ളപ്പെട്ട ഒരു വ്യക്തിയെ നാം കണ്ടു, അത് ഹാനോക്കാണ്. വിശുദ്ധ തിരുവെഴുത്തിൽ ഉടനീളം പഠിക്കുമ്പോൾ എടുത്തുകൊള്ളപ്പെടുന്നവരുടെ യോഗ്യതയിലെ ഒന്നാമത്തെ പോയിന്റായ ഈ വിഷയം സമർത്ഥിക്കാൻ മറ്റൊരാളെ കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരുന്നു. ഒന്ന്, പഴയ നിയമത്തിൽ ഹാനോക്കാണെന്നുണ്ടെങ്കിൽ വിശുദ്ധ തിരുവെഴുത്തിൽ മറ്റൊരാൾ കൂടെ അങ്ങനെ സാക്ഷ്യം പ്രാപിച്ചോ ഇല്ലോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എടുത്തുകൊള്ളപ്പെടുന്നവരുടെ യോഗ്യതകൾ: നമ്പർ 1, ദൈവത്തെ പ്രസാദിപ്പിക്കണം. എങ്ങനെ പ്രസാദിപ്പിക്കണം? കൂടെ നടന്ന്, കൂടെ ജീവിച്ച്, ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു വ്യക്തി എടുക്കപ്പെടുന്നു. അങ്ങനെ എടുക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ജീവനോടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൽ നിന്ന് ആ സാക്ഷ്യം പ്രാപിച്ചിരിക്കണം. രണ്ടാമത്തെ വ്യക്തി എന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് അടുത്ത പോയിന്റിലേക്ക് പോകാം. ഈ വ്യക്തിയെ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ ഒക്കുകയില്ല. അത്ര കുറ്റം കണ്ടുപിടിക്കാൻ ഇന്ന് ഒരാർക്കും കഴിയാത്ത ഒരു ജീവിതത്തിനുടമയായ വ്യക്തി, പേര് നസ്രായനായ യേശു ക്രിസ്തു. വേറെ ആരുമല്ല. ഹാനോക്ക് തെറ്റിയാലും തെറ്റാത്ത ആള് ക്രിസ്തു ആയതുകൊണ്ട് കർത്താവ് അങ്ങനെ സാക്ഷ്യം പ്രാപിച്ചൊന്ന് നോക്കണം. ശ്രദ്ധിച്ചേ, മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 17-ാമത് വാക്യം ഒന്ന് വായിച്ചേ. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 17-ാമത് വാക്യം. ആരെങ്കിലും ഒന്ന് എടുത്ത് വേഗം വായിച്ചാട്ടെ. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. ഒന്നുകൂടെ വായിച്ചേ. ഒന്നുകൂടെ വായിച്ചേ ഉഷാന്റി. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി.
ശ്രദ്ധിക്കണേ, ഇതെപ്പോഴാണ് ഈ കാര്യം നടന്നത്? യേശു ഇവൻ സ്നാനം എന്റെ കഴിച്ചു. പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യെസ്, വെരി ഗുഡ്. കർത്താവ് സ്നാനമേൽക്കുന്ന സന്ദർഭത്തിൽ വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ സ്വർഗം തുറന്ന പിതാവായ ദൈവം പറയുന്ന ഒരു സാക്ഷ്യം അല്ലേ? സ്വർഗത്തിൽ നിന്നുണ്ടായ ഒരു ശബ്ദമാണിത്. ശ്രദ്ധിക്കണേ, എന്താ ഇതിന്റെ അർത്ഥം എന്നറിയാമോ? എത്രാമത്തെ വയസ്സിലാ സ്നാനപ്പെടാനായിട്ട് യോർദാന്റെ തീരത്ത് വന്നത്? 30-ാമത്തെ വയസ്സിൽ. അതിനും ആ 30-ാമത്തെ വയസ്സ് വരെ ഉള്ള ലൈഫിനെ കുറിച്ച് നമുക്ക് കൂടുതലൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് 1-ാമത്തെ വയസ്സ് മുതൽ 30-ാമത്തെ വയസ്സ് വരെയുള്ള തന്റെ ജീവിതം സീക്രട്ട് ലൈഫ്, രഹസ്യ ജീവിതം എന്ന് പറയാൻ കാരണം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ രഹസ്യ ജീവിതം സീക്രട്ട് ലൈഫാണ്. അത് 1-ാമത്തെ വയസ്സ് മുതൽ 30-ാമത്തെ വയസ്സ് വരെയുള്ള തന്റെ ടൈം അല്ലെ? 12-ാമത്തെ വയസ്സ് വരെയുള്ള കാര്യങ്ങൾ അറിയുന്നുണ്ട്. അതിനുശേഷം 3 ഘട്ടമായിട്ടാണ് ചിന്തിക്കുന്നത്. ആദ്യത്തെ 12 വയസ്സ്, പിന്നുള്ള 18 വർഷം, അതിനുശേഷമുള്ള 3.5 വർഷം. ഞാൻ ആ 12ഉം 18ഉം ഒരുമിച്ച് അങ്ങ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ആ 30 വർഷം തന്റെ രഹസ്യ ജീവിതമാണ്. ആ രഹസ്യ ജീവിതം അവസാനിപ്പിച്ച് സ്നാനപ്പെട്ട് കരയ്ക്ക് കയറിയപ്പോൾ സ്വർഗത്തിൽ നറുപ്പാടുണ്ടായി. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഓക്കെ, അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. മത്തായിയുടെ സുവിശേഷം തന്നെ 17-ാം അധ്യായം എടുത്തേ, അതിന്റെ 5-ാമത് വാക്യം ഒന്ന് വായിച്ചേ. മത്തായിയുടെ സുവിശേഷം തന്നെ 17-ാം അധ്യായം 5-ാമത് വാക്യം. അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ളൊരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന് അടുത്തത്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പിൻ എന്നു ഒരു ശബ്ദവും ഉണ്ടായി. മതി. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പിൻ. ശ്രദ്ധിച്ചേ, അതെപ്പോ നടന്ന കാര്യമാ? മൂന്നാം അധ്യായം 17-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത്, വാഴ്ത്തപ്പെട്ട കർത്താവ് സ്നാനപ്പെടുന്നതിന് വേണ്ടി യോർദാനിൽ ഇറങ്ങി വെള്ളത്തിൽ മുങ്ങി പൊങ്ങിയ ഉടനെ സ്വർഗത്തിൽ നിന്നുണ്ടായ അരുളപ്പാട്. 17-ാം അധ്യായത്തിന്റെ 5-ാമത് വാക്യത്തിൽ ഇതേ വാക്യം വീണ്ടും ആവർത്തിക്കുന്നു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ. 2-ാമത് ശബ്ദമുണ്ടായി. അതെപ്പോഴാ? ഒടുവിലത്തെ സ്നാനപ്പെട്ട് കയറിയ നിമിഷം മുതൽ പിന്നീടുള്ള 3.5 വർഷം തന്റെ പരസ്യ ശുശ്രൂഷയായിരുന്നു. ആ പരസ്യ ശുശ്രൂഷ അവസാനിച്ച് കഴിഞ്ഞ് താൻ ക്രൂശിക്കപ്പെടുന്നതിന് തൊട്ട് മുൻപായി മറുരൂപമല്ല, അങ്ങനൊരു മലയില്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണല്ലോ പറയുന്നത്, അതിനോട് ഞാനും ആ പദം ഉപയോഗിച്ചു. മറുരൂപ മലയിൽ വെച്ച് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവും ഏലിയാവും മോശയും ഒരുമിച്ച് സമ്മേളിക്കുന്നു. അതെന്തിനാണ് ഇവര് വരാൻ കാര്യം? യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം തിരുവെഴുത്തുകളിൻ പ്രകാരം നടക്കണം. ശ്രദ്ധിച്ചേ, മോശയുടെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിന്റെ റെപ്രസെന്റേറ്റീവായി മോശയുണ്ട്. പ്രവാചകന്മാരുടെ റെപ്രസെന്റേറ്റീവായി ഏലിയാവും ഉണ്ട്. കൃപയുടെ വക്താവായി വാഴ്ത്തപ്പെട്ട കർത്താവ്. കണ്ടോ, സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നത് വചനത്തിന്റെ നിവൃത്തീകരണം എന്ന വണ്ണം ന്യായപ്രമാണത്തിന്റെ റെപ്രസെന്റേറ്റീവായി മോശയും പ്രവാചക റെപ്രസെന്റേറ്റീവായി ഏലിയാവും പുതിയ നിയമത്തെ പ്രതികരിച്ചുകൊണ്ട് വാഴ്ത്തപ്പെട്ട കർത്താവും. എന്താണ് ഈ 3 പേരും കൂടെ ചേർന്നുള്ള ഏറ്റവും ഫൈനൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നടക്കുകയാണ്. മനുഷ്യപുത്രന്റെ ക്രൂശീകരണം യെരൂശലേമിൽ എങ്ങനെ വിജയപ്രദമായി ചെയ്തെടുക്കാം എന്നുള്ള ലാസ്റ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടിയ സ്ഥലമാണ്. അങ്ങനെ ആ കമ്മിറ്റി കൂടുമ്പോൾ ഉയരത്തുന്ന ഒരു ശബ്ദം, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ. ഞാൻ നമ്മുടെ വിഷയമായിട്ട് മാത്രം പറയാം, ബാക്കി പറയാൻ പോയാൽ നമുക്ക് ബാക്കി മുന്നോട്ട് പോകാൻ പറ്റാതെ വരും. ദൈവപ്രസാദ വിഷയം മാത്രം ഞാൻ പറയാം. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു രഹസ്യം നിങ്ങൾ അറിയണം. എന്താണത്? 30-ാമത്തെ വയസ്സിൽ വെള്ളത്തിൽ ഇറങ്ങി സ്നാനപ്പെട്ട് കയറിയപ്പോൾ സ്വർഗത്തിൽ അരുളപ്പാടുണ്ടായി.
ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷ അവസാനിച്ച് മറുപമലയിൽ വെച്ച് വീണ്ടും സ്വർഗത്തിൽ നിന്ന് അരുളപ്പാടുണ്ടായി, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ. എന്താണ് ഇതിന്റെ അർത്ഥം? പറയാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ആദ്യത്തെ 30 വർഷത്തെ രഹസ്യ ജീവിതം, അതിനുശേഷം 3.5 വർഷത്തെ പരസ്യ ജീവിതം. 30 വർഷത്തെ പരസ്യ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ പിതാവായ ദൈവം ഉയരത്തുനിന്ന് വിളിച്ചു പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ 30 വർഷത്തെ രഹസ്യ ജീവിതത്തിൽ പിതാവായ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഐ എം വെൽ പ്ലീസ്ഡ് ഇൻ ഹിം. മനസ്സിലാകുന്നുണ്ടോ? 30 വർഷത്തെ രഹസ്യ ജീവിതത്തിൽ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ജീവിതത്തിൽ പിതാവായ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. സർട്ടിഫിക്കറ്റ് കിട്ടി. 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷ അവസാനിപ്പിച്ചപ്പോഴും പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് വിളിച്ചു പറയുന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ. അർത്ഥം, 3.5 വർഷത്തെ പരസ്യ ജീവിതത്തിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. രണ്ടും കൂടെ ചേർത്ത് ഞാൻ പറയാം. 30 വർഷത്തെ രഹസ്യ ജീവിതവും 3.5 വർഷത്തെ പരസ്യ ജീവിതവും രണ്ടും ഒരുപോലെ പിതാവായ ദൈവം പ്രസാദിച്ചു. മനസ്സിലായല്ലോ? അപ്പൊ ഒരു കാര്യം പിടികിട്ടി. എടുക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരു ദൈവ പൈതലിന്റെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും ഒരുപോലെ ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കണം. പുത്രൻ ചുമ്മാതല്ല സ്വർഗാരോഹണം ചെയ്തു പോയത്. 2 പ്രാവശ്യം ഉയർത്തൻ സർട്ടിഫിക്കറ്റ് കിട്ടി എന്ന് പറഞ്ഞാൽ 30 വർഷത്തെ രഹസ്യ ജീവിതത്തിൽ പിതാവായ ദൈവം പ്രസാദിച്ചു. 3.5 വർഷത്തെ പരസ്യ ജീവിതത്തിലും പിതാവായ ദൈവം പ്രസാദിച്ചു. ദൈവപ്രസാദം എന്ന് പറഞ്ഞാൽ പോരാ, എവിടൊക്കെ കിട്ടണം? ഒരു ദൈവ പൈതലിന്റെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും ഒരുപോലെ ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കണം. അല്ലാതെ നിർത്താതെ അന്യഭാഷ പറഞ്ഞ അങ്ങ് പോവുക നല്ല പുസ്തകം പഠിപ്പിക്കുന്നേ. ഒറ്റ അന്യഭാഷ പോലും പറഞ്ഞില്ലെങ്കിലും രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും ദൈവപ്രസാദമുള്ളതാണെങ്കിൽ നീ രക്ഷപ്പെട്ടു. ഇരുന്ന ഉടനെ അന്യഭാഷ പറയുകയും കണ്ണടച്ച ഉടനെ വെളിപ്പാട് പറയുകയും ചെയ്തിട്ട് നിന്റെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും രണ്ടും ഉൾട്ടായാട്ടാണ് നിൽക്കുന്നെങ്കിൽ നിന്റെ കാര്യം പോക്കാം. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞേ? നമ്മുടെ ടോപ്പിക്ക് മറന്നു പോകരുത്. കർത്താവിന്റെ വരവിൽ ആരൊക്കെ എടുക്കപ്പെടും എന്നുള്ളതിന്റെ ഒന്നാമത്തെ പോയിന്റ്. ആ ഒറ്റ പോയിന്റ് നമ്മൾ ഇതുവരെ മുന്നോട്ട് പോയില്ല. സ്തോത്രം. ഇനി എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാം എന്നൊക്കെ പറയണ്ട, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. അതൊക്കെ നിങ്ങൾ പുസ്തകത്തിൽ നിന്ന് കണ്ടുപിടിച്ചു. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ വിഷയം എങ്ങും തീരാതെ വരും. ഒന്നാമത്തെ പോയിന്റ് തന്നെ ഇന്ന് നിന്നാ നോക്കുക. ഞാൻ രണ്ടാമത്തെ പോയിന്റിൽ കുറഞ്ഞ പക്ഷം വരണ്ടേ? സ്തോത്രം. അപ്പോൾ ഉറപ്പുവരുത്തണം. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം തന്റെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും ഒരുപോലെ ദൈവപ്രസാദമുള്ളതായിരിക്കണം. പറ്റുമോ? പറ്റണമല്ലോ. പറ്റുമോ എന്നല്ല, പറ്റണം. ഇവിടെ കിടന്നത് പറഞ്ഞിടുമേ ഞാനെന്ന് പറഞ്ഞ് പാടിക്കൊണ്ട് നടക്കാന്നുള്ളതല്ലാതെ ഒരു പറക്കലും ഉണ്ടാകുകയില്ല. സകല അളിഞ്ഞതിനെയും കൊണ്ടുപോകാനായിട്ടല്ലല്ലോ കർത്താവ് വരും. ഞാൻ ആ ഭാഷ മനഃപൂർവ്വം ഉപയോഗിച്ചതാണ്, തെറ്റിദ്ധരിക്കരുത്. കർത്താവിന് വേണ്ടത് കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഒന്നുമില്ലാത്ത ഒരു നിഷ്കളങ്ക കാന്തയെ മതി. അത് മതിയെന്നേ. സ്തോത്രം. ക്ലിയർ ആയി വിശ്വസിക്കുന്നു. വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ മടങ്ങി വരവിൽ എടുക്കപ്പെടുന്നവരുടെ ഒന്നാമത്തെ യോഗ്യതയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയ നിയമത്തിൽ ഞാൻ ഹാനോക്കിനെ എടുത്ത് കാണിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇന്ന് ഞാൻ അതിന് പുതിയ നിയമത്തിലെ ഏറ്റവും നല്ല എക്സാമ്പിൾ, മറ്റാരെക്കാളും എന്തിനേക്കാളും ഏതിനേക്കാളും
നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെയാണ് മാതൃക. എന്തിനും ഏതിനും മാതൃക നമ്മുടെ കർത്താവ് തന്നെയാണല്ലോ. അല്ല, ഞാൻ ചോദിക്കട്ടെ, കർത്താവ് ഇങ്ങനെ ഉറപ്പ് വരുത്തേണ്ട വല്ല അത്യാവശ്യമുണ്ടോ? ആ, പിതാവായ ദൈവം ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചാ വിട്ടത്. അത് ക്ലിയർ ആണെന്നുള്ളത് അങ്ങ് ചെല്ലുന്നതിന് മുമ്പ് ഇവിടെ വെച്ച് തന്നെ സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്ന്. സ്തോത്രം. അപ്പോഴേ ജീവിച്ചിരിക്കുമ്പോൾ നല്ല സാക്ഷ്യങ്ങളൊക്കെ പ്രാപിക്കണം, ദൈവത്തെ നല്ല സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിക്കണം. എന്നിട്ട് ഉറപ്പ് വരുത്തണം, എന്റെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും ഒരുപോലെ ദൈവത്തിന് പ്രസാദം. ഇനി രഹസ്യ ജീവിതത്തിന്റെ ഒരു ദശാംശം മാത്രമേ കർത്താവിന് പരസ്യ ജീവിതം ഉണ്ടായിരുന്നുള്ളൂ. നമ്മളെ സംബന്ധിച്ച് എല്ലാം അങ്ങ് പരസ്യമാക്കാനായിട്ട് എളുപ്പം, അങ്ങ് വെമ്പൽ കൊള്ളുക. രഹസ്യ ജീവിതം 30 വർഷവും പരസ്യ ജീവിതം 3.5 വർഷവും. അതാ ഞാൻ പറഞ്ഞേ, രഹസ്യ ജീവിതത്തിന്റെ ദശാംശം മാത്രമേ കർത്താവിന് പരസ്യ ജീവിതം ഉണ്ടായിരുന്നുള്ളൂ. സ്തോത്രം. എന്തുമാത്രം ഗുണപാഠങ്ങളൊക്കെ അതിനകത്തുണ്ട്. ക്ലിയർ ആകുന്നുണ്ടോ? ആ, അതിനർത്ഥം എന്നറിയാമോ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവും പിതാവായ ദൈവവും പരസ്യ ജീവിതത്തെക്കാൾ രഹസ്യ ജീവിതത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതാ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞത്, ഹോളിനകത്ത് നമ്മൾ അങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതല്ല, പുറത്ത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം ആയിരിക്കുന്ന മേഖലകളിൽ എങ്ങനെ ഞാൻ ഒരു ദൈവതനാണെന്ന് തെളിയിക്കുന്നു. അതിനനുസരിച്ച് പിതാവായ ദൈവം നമുക്ക് നൽകുന്ന സാക്ഷ്യം. ഓഫീസിലായിരുന്നാലും ശരി, സ്കൂളിലായിരുന്നാലും ശരി, കോളേജിലായിരുന്നാലും ശരി, നാം ജോലി ചെയ്യുന്ന മറ്റിടങ്ങളായിരുന്നാലും അവിടെ ഉള്ളവർക്ക് ബോധ്യമാകണം, ആ വ്യക്തി, ആ സഹോദരി, ആ അങ്കിൾ, ആ അച്ഛൻ, ആ ചേട്ടൻ ഒരു ദൈവബോധമല്ല എന്ന് അവർക്ക് തോന്നണം. മനസ്സിലാവുന്നുണ്ടോ? സ്റ്റേജിലെ പെർഫോമൻസ് മാത്രമല്ല. പ്രൈസ് ദി ലോർഡ്. അതാ ഞാൻ പറഞ്ഞത്, വാഴ്ത്തപ്പെട്ട കർത്താവിന് 30 വർഷം രഹസ്യ ജീവിതവും 3.5 വർഷം പരസ്യ ജീവിതവും. സ്തോത്രം. അത് മതിയല്ലോ. ക്ലിയർ ആകുന്നുണ്ടോ ഞാൻ പറഞ്ഞ കാര്യം? അത്രയും മതി, ബാക്കി പിന്നെ ചിന്തിക്കാം. ഒന്നാമത്തെ പോയിന്റിന്റെ ഒരു നിങ്ങൾക്ക് ഒന്നുകൂടെ വ്യക്തമാകാൻ വേണ്ടി, ഹാനോക്കിന്റെ ജീവിതമായിട്ട് ഒന്നുകൂടെ കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ ഭാഗം ഒന്ന് എടുത്തത്. ഒന്ന്, ദൈവത്തെ പ്രസാദിപ്പിച്ചു. എങ്ങനെ? ദൈവത്തോടൊപ്പം നടന്ന്, ദൈവത്തിൽ നിന്ന് കേട്ട്, ദൈവത്തോട് സംസാരിച്ച്, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച്, ദൈവഹിതം തിരിച്ചറിഞ്ഞ് ജീവിച്ചപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിച്ചുള്ള സർട്ടിഫിക്കറ്റ് കിട്ടി. ആർക്ക്? ഹാനോക്കിന്. മരണം കാണാത്താൻ എടുക്കപ്പെട്ടു. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന, എങ്ങനെ പ്രസാദിപ്പിക്കുന്നു? രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും ഒരുപോലെ ദൈവപ്രസാദമുള്ളതാണെന്നുണ്ടെങ്കിൽ എടുക്കപ്പെടുന്നവർ ഒന്നാമത്തെ യോഗ്യത ഏറെക്കുറെ ഒത്തു എന്ന് പറയാം. സ്തോത്രം. രണ്ടാമത്തെ പോയിന്റ് നമ്മുടെ കുറിവാക്യത്തിനകത്ത് തന്നെ ഉണ്ട്. വായിച്ച് 4-ാം അധ്യായം 16-ാമത്തെ വാക്യം, തെസ്സലോനിക്കർ 1-ാം ലേഖനം 4:16. തെസ്സലോനിക്കർ 1-ാം ലേഖനം 4-ാം അധ്യായം 16-ാമത് വാക്യം. ഉഷിയാൻറ്റി വായിച്ചേ. ഉഷിയാൻറ്റി പോയോ? ആരെങ്കിലും വായിച്ചു? ഞാനൊക്കെ പറഞ്ഞല്ലോ. നിങ്ങൾ പ്രത്യേകിച്ച് മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പ് ആകുകയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ
മുമ്പായി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ആരെഴുന്നേൽക്കും? ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ഇപ്പൊ രണ്ടാമത്തെ പോയിന്റ് കിട്ടി. ക്രിസ്തുവിലുള്ളവർ എടുക്കപ്പെടും. ഒന്ന്, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ. അതിന്റെ കുറെ ഡീറ്റെയിൽസ് ഞാൻ തന്നു. രണ്ടാമത്തെ പോയിന്റ് ഇന്ന് ഞാൻ തീരുകയില്ലായിരിക്കെങ്കിലും തീർക്കാൻ പറ്റാത്തറം പോകാം. ക്രിസ്തുവിൽ ഉള്ളവർ എടുക്കപ്പെടും. എങ്ങനെയാ ക്രിസ്തുവിൽ ആവുക? വാക്യം ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചേർന്ന് പറയണേ. ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി, സകലതും പുതുതായി. അപ്പൊ ഒരുവൻ ക്രിസ്തുവിലാവുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അപ്പോൾ പഴയതെല്ലാം കഴിഞ്ഞ് എല്ലാം കളഞ്ഞിട്ട് ഒരുവൻ ക്രിസ്തുവിലാകുന്നു. നമ്മൾ അത്രയും വളച്ചു കിട്ടിയൊന്നും പോകണ്ടല്ലേ. അതിന്റെ ഏറ്റവും ചെറിയ ഭാഷയെ പറഞ്ഞാൽ മാനസാന്തരം അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുക. നിങ്ങൾ ഓർക്കുന്നുണ്ടോ രക്ഷിക്കപ്പെടുക എന്നുള്ളതിന്റെ എബ്രായ ഭാഷയിലെ പദം എന്താണെന്ന് അതിന്റെ അർത്ഥമൊക്കെ ഞാൻ പറഞ്ഞത്? ടെഷുവാ എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ടെഷുവാ എന്ന എബ്രായ ഭാഷയുടെ പദത്തിന്റെ അർത്ഥം ഞാൻ പറഞ്ഞിരുന്നു. എന്താണെന്നറിയാമോ? അതുവരെ താൻ പാർത്തിരുന്ന വീടിനെ തീ വെച്ചിട്ട് ഓടിപ്പോണം. ഓടിപ്പോകുന്ന പോക്കന് വിളിച്ചു പറയണം, ഞാൻ ഒരിക്കലും ഇതിലേക്ക് മടങ്ങി വരുന്നില്ല. അതിന്റെ പേരാണ് മാനസാന്തരം. അല്ല മനസ്സിനുണ്ടാകുന്ന അന്തരവും എബൌട്ട് ടേൺ തിരിയുന്നതാണെന്ന് പറഞ്ഞാൽ ഒന്നും കാര്യം നടക്കില്ല. അങ്ങനൊന്നും അല്ല എന്ന് ഞാനല്ല, പുസ്തകം പറയുന്നത്. നമ്മളായിരുന്ന ഒരു എൻവയൺമെന്റ് ഉണ്ടായിരുന്നല്ലോ മുൻപ്. അതവിടെ നിർത്തിക്കൊണ്ടുള്ള മാനസാന്തരമല്ല, അത് കത്തിക്കണം. നമ്മൾ അതുവരെ പാർത്തിരുന്ന വീടിന് തീ കൊടുക്കണം, അത് ചാരമാകണം. എന്നുവെച്ച് നടന്നു പോയ പോര, ഓടിപ്പോണം. പൗലോസ് തിമോഥെയോസിന് പറയുമ്പോൾ ഉപയോഗിച്ച ഒരു ശൈലി നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നീയോ അത് വിട്ടോടി. കണ്ടോ? യെസ്, ലോത്തും മക്കള് പറഞ്ഞത് ജീവരക്ഷയ്ക്കായി ഓടിപ്പോകണം. കണ്ടോ? ക്ലിയർ ആകുന്നുണ്ടല്ലേ? അപ്പോൾ അതുവരെ പാർത്തിരുന്ന വീടിനെ തീ കൊളുത്തിയിട്ട് അത് കത്തിച്ചാരമാകുന്നതിന് മുമ്പ് ഓടിപ്പോണം. പോണ വഴിക്ക് വിളിച്ചു പറയണം, ഞാൻ ഇനി ഇതിലേക്ക് മടങ്ങി വരുന്നില്ല. ഒരിക്കൽ പോലും ഒരു മടങ്ങിപ്പോക്കില്ല. അതിന്റെ പേരാണ് മാനസാന്തരം. അപ്പോഴേ ക്രിസ്തുവിലാകുന്നതിന് മുമ്പുണ്ടായിരുന്ന എല്ലാം കത്തിച്ചു കളഞ്ഞിട്ടാണോ ഈ വന്നെന്നുള്ളതാണ് ചോദ്യം. എത്ര ആഴ്ച ഇപ്പോഴും സ്റ്റോക്ക് ഇരിപ്പുണ്ടെന്ന് അറിയാവോ? നമ്മുടെ കേടപാട് കണ്ടു കഴിഞ്ഞാൽ എല്ലാം കളഞ്ഞച്ചാ വന്നിരിക്കുന്നതെന്ന്. ഒന്നും കളഞ്ഞിട്ടില്ല. അത്യാവശ്യം വേണമെന്നല്ല ഇപ്പോഴും സ്റ്റോക്ക് ഇരിപ്പുണ്ട്. പിന്നെ 100 തെളിവ് തരാമല്ലോ. എല്ലാം ഉപേക്ഷിച്ചു വിട്ട് കളഞ്ഞു എന്ന് പറയുന്നതല്ല, ഇപ്പോഴും സ്റ്റോക്ക് ഉണ്ടെന്നാ ഞാൻ പറഞ്ഞത്. ഒന്നും കളഞ്ഞിട്ടൊന്നുമില്ല. പലതും അത് കളയല്ല ചെയ്യണ്ട, കത്തിച്ച് കളയണം. കത്തിച്ച പിന്നെ ആ സാധനം അവിടെ ഇല്ലല്ലോ. ഇല്ല. ചെല്ലുമ്പോ എന്റെ പഴയ സ്വഭാവം ആയിരുന്നെങ്കിൽ, എടാ നിനക്ക് അങ്ങനെ ഒരു സ്വഭാവം ഇല്ലല്ലോ. ഏതാ ഈ പഴയ സ്വഭാവം? അങ്ങനൊരു സ്വഭാവം ഇല്ല. അങ്ങനെ പറഞ്ഞാൽ അതും കൊണ്ടാ ഇപ്പോഴും നടക്കുന്നതെന്ന് അർത്ഥം. അത് കത്തിച്ചില്ലേ, ഇനിയിപ്പോ എങ്ങനെ അങ്ങനത്തെ സ്വഭാവം? അങ്ങനെ ചിന്തിക്കാനേ ഒക്കുകയല്ലോ ഒരു ദൈവം തന്നെ. അത് കത്തിപ്പോയില്ലേ. അങ്ങനെ സംഗതി ഇല്ല. അതിന്റെ പേരാണ് മാനസാന്തരം. ആളുകൾ പല രീതിയിലാണ് വിലയിരുത്തുന്നത്. ഈ പുറമെ വരുത്തുന്ന വ്യത്യാസത്തിന്റെ പേരല്ല മാനസാന്തരം. ശ്രദ്ധിക്കണേ.
ഈ പുറമെ വ്യത്യാസം വരുത്തിയാൽ എന്തെങ്കിലും നേട്ടം ഉണ്ടാകുമെന്ന് ചിന്തിച്ചെങ്കിൽ തെറ്റി. ഞാനൊരു ഉദാഹരണം പറയാം. ഒന്നല്ല, രണ്ട് ഉദാഹരണം പറയാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമാണ്. ഈ പാമ്പില്ലേ, മൂർഖം പാമ്പൊക്കെ കുറെ കഴിയുമ്പം ഇവിടെ അതിനെന്താ എനിക്കറിയത്തില്ല, ചിലര് പടം കൊഴിക്കാന്ന് പറയും, ചിലർ ചട്ട കൊഴിക്കാന്ന് പറയും. എന്തുവാട്ടെ നിങ്ങൾക്ക് സംഗതി പിടിച്ചു, അതായത് ആ സ്കിന്ന് കളയുന്നതിന് പല പേരില്ല പറഞ്ഞത്, ചട്ട കൊഴിക്കാന്നും പടം കൊഴിക്കാന്നൊക്കെ പറയും അല്ലേ. ഉഗ്രവിഷമുള്ള മൂർഖൻ പാമ്പ്, അത് ചില പാമ്പ് അതിന്റെ സ്കിന്ന് ഉരുട്ടിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ പാമ്പാന്ന് തോന്നുന്നു, മാത്രം നീറ്റായിട്ട്. ചിലതൊക്കെ അവള് പൊടിഞ്ഞു പോവുക ചെയ്യുന്നത്, ചിലതൊക്കെ കറക്റ്റ് അതുപോലെ തന്നെ കിടക്കും. ആ ചട്ടയം കൊഴിച്ചു കഴിഞ്ഞാൽ ആ പുറന്തോൽ ഉരിഞ്ഞങ്ങ് പോയി. അപ്പൊ പിന്നെ പേടിക്കേണ്ട കാര്യമില്ലല്ലേ, മൊത്തം ഊരിട്ടേക്കല്ലേ. നീ വിവരം അറിയില്ല, പുറന്തോലേ പോയിട്ടുള്ളൂ, വിഷം പോയിട്ടില്ല. സ്തോത്രം, മനസ്സിലായോ? പുറംചട്ടയെ പോയിട്ടുള്ളൂ, വിഷം പോയിട്ടില്ല. സ്തോത്രം. അപ്പൊ പുറംചട്ടയ്ക്കുണ്ടാക്കുന്ന മിനുക്കത്തിന്റെ പേരല്ല മാനസാന്തരം. സ്തോത്രം. ചെല്ലു പറയുന്ന ഈ കഴുകനുമായിട്ട് ഉപമിച്ചൊക്കെ പറയാറുണ്ട്. കഴുകൻ പുതുക്കം പ്രാപിക്കുമ്പോൾ ഈ തൂവലെല്ലാം കളഞ്ഞിട്ട് പുതിയ തൂവലുകൾ വന്ന് അല്ലേ, അതിനാണ് പുതുക്കം മാനസാന്തരം എന്ന് പറയാറുണ്ട്. ഞാൻ എതിരൊന്നും പറയുന്നില്ല. പുതിയ തൂവലും പുതിയ എന്താ പറയാ അതിന്റെ കൊക്കും ചുണ്ടും ഒക്കെ വന്ന് നല്ല ശക്തിയൊക്കെ ആർജിച്ചു. വെരി ഗുഡ്. ഒരുപാട് വ്യത്യാസം കഴുകനുണ്ടായി. പക്ഷെ തിന്നുന്നത് ഇപ്പോഴും ശവം തന്നെയല്ലേ. മുഴുവൻ തൂവലും പോയി, പുതുക്കമൊക്കെ പ്രാപിച്ച് ബലമൊക്കെ പ്രാപിച്ച് പുതിയ കൊക്കും ചുണ്ടും ഒക്കെ വന്ന് കാണും, നഖമൊക്കെ വന്ന് കാണും, സമ്മതിച്ചു. തിന്നുന്നത് ഇപ്പോഴും ശവം തന്നെയല്ലേ. വല്ല വ്യത്യാസമുണ്ടോ? ഇല്ലല്ലോ. ആ, രണ്ട് ഉദാഹരണം പറഞ്ഞത് കൊണ്ട് അടുത്ത കാര്യം ഞാൻ ഉദാഹരണത്തിൽ പറയാം, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് പിടി കിട്ടും. നിങ്ങൾ ഈ മുറ്റത്തൊക്കെ നിൽക്കുമ്പോൾ കണ്ടിട്ടുണ്ട് ഒരു പുഴു ഇങ്ങനെ ഈ എന്താ പറയാ ചെടിയെ കൂടെയും മരത്തിന്റെ കമ്പെ കൂടെ ഒക്കെ ഇങ്ങനെ നടന്നു വരുന്നത് കാണാം. ഇങ്ങനെ നടന്നു വെച്ചിട്ടുണ്ടല്ലോ, ഒരു സുപ്രാത് നോക്കുമ്പോ ഈ പുഴുവാണ്ട് ഒരു ഇലയുടെ അടി കയറി അങ്ങ് ചുരുണ്ടുകൂടി അങ്ങിരുന്നു. 2 ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേനാണ് അതിന്റെ മീതെ ഒരു ഗോൾഡ് കളർ പോലെ തിളങ്ങുന്ന ഒരു വസ്തുവായിട്ട് മാറി. നമ്മളതിന് പറയുന്ന പേര് പ്യൂപ്പാന്ന്. ശരിയല്ലേ? അതെ. കുഞ്ഞു കുഞ്ഞു ഇലയൊക്കെ തിന്നോണ്ട് പോയ പുഴു ഒരു ഇല അടി കയറി ചുരുണ്ട് കയറിയിരുന്ന് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതിനൊരു ഭാവവ്യത്യാസം വന്ന് ഒരു ഗോൾഡ് കളർ, ഒരു ഗ്ലേസിംഗ് ഒക്കെ ഉണ്ടായി. കുറച്ചു ദിവസം കഴിയുമ്പോൾ ചെന്ന് നോക്കുമ്പോൾ അതിന്റെ പുറന്തോട് പൊട്ടിയിട്ട് പുഴുവായിരുന്ന ആ സംഗതി പുറത്തേക്ക് വരുമ്പോൾ നല്ല വർണ്ണശബളമായ ചിറക് കണ്ടോ. നമ്മൾ അതിനെ ആ പൂമ്പാറ്റ എന്ന് വിളിക്കുന്നത്. എല്ലാം മനസ്സിലായോ? പച്ചലയുടെ നാമ്പും തിന്ന് നടന്ന് പ്യൂപ്പാദേശയെ കയറിയിരുന്ന് പുഴുവായിരുന്നത് പുറത്തു വന്നപ്പോൾ പുഴുവായിട്ടല്ല, പൂമ്പാറ്റയായിട്ടാ. ഇനി പൂമ്പാറ്റ വീണ്ടും ഇല തിന്നാൻ പോവാണോ? നോ. പച്ചലയുടെ നാമ്പും ഇലയും തിന്ന് നടന്ന പുഴു പൂമ്പാറ്റയായി മാറിക്കഴിഞ്ഞപ്പോൾ അതിന് പച്ചല വേണ്ട, ഒരൊറ്റ സാധനം മാത്രം അതിന് മതി, തേൻ. സ്തോത്രം. വല്ല പിടി കിട്ടുന്നുണ്ടോ? മാനസാന്തരം ഉണ്ടാകുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാകണം. പഴയ എല്ലാ രീതിയും മാറി, എല്ലാ സ്വഭാവവും കളഞ്ഞ്, പഴയ എല്ലാ ഇടപാടും കളഞ്ഞിട്ട് കണ്ടോ, ഇങ്ങനെ വെറുതെ ഇങ്ങനെ എഴഞ്ഞഞ്ഞു പോയിക്കൊണ്ടിരുന്ന പുഴു പ്യൂപ്പാദേശം നിന്ന് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ വർണ്ണശബളമായി ചിറക്, കാണാൻ എത്ര മനോഹരം. അതിന് പുറമേയുള്ള വ്യത്യാസം മാത്രമല്ല, അകമേ വ്യത്യാസം ഉണ്ടായിരുന്നത് കൊണ്ട് പുല്ല് നിന്ന് പണിയൊക്കെ നിർത്തി അതിപ്പോ തേൻ മാത്രമേ കുടിക്കൂ.
സ്തോത്രം. ഇതാണ് ഒരു ദൈവത്തിനുണ്ടാകേണ്ട വ്യത്യാസം. ക്ലിയർ ആയോ? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. പുഴുവായിരുന്നത് ഇപ്പൊ എങ്ങനെ മാറി? പൂമ്പാറ്റയായിട്ട് മാറി. പഴയത് കഴിഞ്ഞുപോയി, സകലവും പുതുതായി തീർന്നിരിക്കുന്നു. പുതിയതാണ്, പക്ഷെ പഴയതൊക്കെ അവിടെ ഇരിപ്പുണ്ട് എന്നല്ല. ഈ പുതുതായാലും പഴയത് കളയാതെ വെക്കുന്നതാണ് ഈ ദോഷം മുഴുവൻ. ഞാൻ അതിന് പല ഉദാഹരണങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുള്ളൂ, ഞാനിപ്പോൾ പറയാൻ ആവർത്തിക്കുന്നില്ല. രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു വന്നത്, ഒന്ന്, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതത്തിന് ഉടമയായിരിക്കണം. ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും. തെളിവ് ഞാൻ ഹാനോക്കിനെ കാണിച്ചു, ഒപ്പം വാഴ്ത്തപ്പെട്ട കർത്താവിനെ ചൂണ്ടിക്കാണിച്ചതും. തെളിവ് ഞാൻ പറഞ്ഞല്ലോ, ഒരു ദൈവത്തിന്റെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും ഒരുപോലെ ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കണം. രണ്ടാമത്തത് ക്രിസ്തുവിൽ മരിച്ചവർ ക്രിസ്തുവിലാകണം. എങ്ങനാണ് ഒരാൾ ക്രിസ്തുവിലാകുന്നത്? പഴയതെല്ലാം കളഞ്ഞ പുതിയ സൃഷ്ടിയായി ക്രിസ്തുവിനെ ഉള്ളിൽ ഏറ്റെടുക്കുമ്പോഴാണ് അവൻ ക്രിസ്തുവിലാകുന്നത്. സ്തോത്രം. ക്രിസ്തു അവന്റെ ഉള്ളിൽ വരുമ്പോൾ അവൻ ക്രിസ്തുവിലായി മാറുക. സ്തോത്രം. അതൊന്നും ഇപ്പൊ വിശദമാക്കി നിങ്ങളെല്ലാം ഏറെക്കുറെ ദൈവജനം അറിയാവുന്നവരായതുകൊണ്ട് ഞാൻ തീരെ ഒന്നും അറിയാൻ വയ്യാത്ത ആൾക്കാരോട് സംസാരിക്കുന്നതിന് പറഞ്ഞു പോകേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. പോയിന്റ് പറയുമ്പോൾ നിങ്ങൾ ഗ്രഹിക്കുന്ന ദൈവമക്കളായതുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ മഹത്വം കരയിട്ടു. രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് വെരി സീരിയസ്. ക്രിസ്തുവിലുള്ളവർ മാത്രം. സാധാരണ ദുഃഖവീട്ടിലൊക്കെ പറഞ്ഞു കേട്ടില്ലേ, ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ വളരുന്ന ഒരു ദൈവത്തിലാണ് ക്രിസ്തുവിൽ മരിക്കുന്നതും ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കുന്നതും. സ്തോത്രം. അപ്പോഴേ നമ്മളെല്ലാം ക്രിസ്തുവില. സമ്മതിച്ചു. ഞാൻ സാധാരണ മെസ്സേജ് ഒക്കെ പറയുമ്പോൾ പറഞ്ഞൊരു വാക്യം നിങ്ങളോടും പറയാം. വേദോസിനകത്ത് അപകടം പിടിച്ച ഒരുപാട് വാക്യങ്ങളുണ്ട്, വളരെ അപകടം പിടിച്ച വാക്യങ്ങൾ. അതിൽ വളരെ അപകടം പിടിച്ചൊരു വാക്യമാണ് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 15-ാമത് വാക്യം. അതിങ്ങനെയാണ്: ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. നിങ്ങൾക്ക് എല്ലാവർക്കും ആ വാക്യം അറിയാം. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. എന്താ അതിന്റെ അർത്ഥം എന്നറിയാമോ? എന്താണ് അതിന്റെ അർത്ഥം? ആ വാക്യം അങ്ങനല്ല വാസ്തവത്തിൽ വരേണ്ടത്. അതിന്റെ പരിഭാഷയ്ക്കകത്ത് ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും എന്നുള്ളതിനേക്കാൾ കുറെ കൂടെ ക്ലിയർ ആയിട്ട് വരേണ്ടത്, ജീവന്റെ പുസ്തകത്തിൽ ഇപ്പോൾ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും എന്നാണ് പറയുന്നത്. ഇപ്പോൾ എന്നുള്ളത് മലയാളം പുസ്തകത്തിനകത്തില്ല. അതും കൂടെ ചേർത്ത് വായിക്കണം. ജീവന്റെ പുസ്തകത്തിൽ ഇപ്പോൾ പേരെഴുതി കാണാത്ത. അതെന്തിനാ അങ്ങനെ പറഞ്ഞത്? പറയാം. 30 വർഷം മുമ്പോ 20 വർഷം മുമ്പോ 15 വർഷം മുമ്പോ 10 വർഷം മുമ്പോ 2 വർഷം മുമ്പോ 6 മാസം മുമ്പോ ഒക്കെ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ വന്നപ്പോൾ നിങ്ങളുടെ പേര് പുസ്തകത്തിൽ ഉണ്ടായിരുന്നു, സമ്മതിച്ചു. പക്ഷെ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നത് 5 വർഷം മുമ്പ് പേരെഴുതി, 10 വർഷം മുമ്പ് പേരെഴുതി, 30 വർഷം മുമ്പ് പേരെഴുതി എന്നുള്ളതല്ല. പേരെഴുതി കാണും, ഇപ്പൊ അവിടെ ഉണ്ടോ എന്നുള്ളതാ വിഷയം. മനസ്സിലാകുന്നോ? ഇപ്പോൾ പേരെഴുതി കാണാത്ത, ഇപ്പോൾ പേരുണ്ടോ എന്നുള്ള വിഷയം. അതെന്താ? പേര് മായ്ക്കാനുള്ള റൈറ്റ് എഴുതുന്ന ആളുണ്ടാവും, തന്നെ കാര്യം. അങ്ങനെയൊക്കെ ചെയ്യുമോ? ചെയ്യുമെന്നേ. സംശയമുണ്ടെങ്കിൽ പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിന്റെ 32-ാമത് വാക്യം. അല്ലെങ്കിൽ നീ എഴുതിന്റെ പുസ്തകത്തിൽ നിന്റെ പേര് മായ്ച്ചു കളയണമേ. അപ്പൊ എഴുതുന്നവന് മായ്ക്കാനും പറ്റുമെന്ന് ചിന്തിക്കണം. അപ്പോഴേ ക്രിസ്തുവിലാന്ന് പറഞ്ഞു പോയാൽ പോരാ. പേര് മുമ്പ് എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ, ഞാൻ സമ്മതിച്ചു. പക്ഷെ ഇപ്പോഴുണ്ടോ അവിടെ?
15 വർഷം മുമ്പോ 20 വർഷം മുമ്പോ ഒക്കെ രക്ഷിക്കപ്പെട്ട സമയത്ത് നിങ്ങളുടെ പേര് പുസ്തകത്തിൽ ഉണ്ടായിരുന്നു. 100 അല്ല 200% ഞാൻ സമ്മതിച്ചു. ചോദ്യം അതല്ല, ഇപ്പൊ അവിടെ ഉണ്ടോ എന്നുള്ളതാ. കണ്ടോ? അപകടം മനസ്സിലായോ? ഇപ്പോൾ പേരവിടെ ഉണ്ടോ? ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നോ? ഇവിടെ വോട്ടേഴ്സ് ലിസ്റ്റിനകത്ത് പേരുണ്ടെന്ന് ഉറപ്പാക്കണ്ട എന്തുമാത്രം തത്രപ്പാട് കാണിക്കുന്നു. ഇവന്റെ പുസ്തകത്തിനകത്ത് പേര് മായ്ച്ചിട്ടുണ്ടോ എന്ന് വല്ലപ്പോഴും നോക്കാറുണ്ടോ എന്ന് എന്റെ ചോദ്യം. അത് മായ്ക്കുന്ന രീതിയിൽ ഏതെങ്കിലും പ്രവൃത്തി നമ്മുടെ ഭാഗത്ത് വന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ തോന്നിയാൽ നെടുമ്പാടും വീണ് കരയണം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? അതിന്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് മനസ്സിലായോ? സ്തോത്രം. വെറുതെ അങ്ങ് പറഞ്ഞു പോയ പോരാ. റോമാലേഖനം 8-1 ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. വായിച്ചപ്പോ എന്ത് സന്തോഷമല്ലേ? ആ വാക്യം അങ്ങനല്ലല്ലോ വാക്യം. പകുതി മാത്രമേ അതിനകത്ത് വന്നിട്ടുള്ളൂ, പകുതി വന്നിട്ടില്ല. പക്ഷെ ഇംഗ്ലീഷിനകത്ത് മൊത്തം ഉണ്ട്. Now therefore there is no condemnation those who are in Christ Jesus, who walk not after the flesh but after the Spirit. കണ്ടോ? ജഡത്തെ അനുസരിച്ച് നടക്കാതെ ആത്മാവിനെ മാത്രം അനുസരിച്ച് നടക്കുന്ന ക്രിസ്തുവേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവധിയുമില്ല. അങ്ങനെ ആ വാക്യം കണ്ടോ? നമ്മുടെ പുസ്തകത്തിനകത്ത് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് യാതൊരു ശിക്ഷാവധിയില്ല. തുള്ളിയും ചാടി എങ്ങനെ വെളിയിലും പോകാം. ക്രിസ്തുവേശുവിലായോ രക്ഷപ്പെട്ടു, ഓ പിന്നെ അങ്ങ് പോയാൽ മതി. അങ്ങനല്ല വാക്യം. ജഡത്തെ അനുസരിച്ച് നടക്കാതെ ആത്മാവിനെ മാത്രം അനുസരിച്ച് നടക്കുന്ന ക്രിസ്തുവേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. അങ്ങനെ അപ്പൊ ക്രിസ്തുവേശുവിലാണെന്ന് ഉറപ്പുവരുത്തണം. ക്രിസ്തുവേശുവിലാണെന്നുണ്ടെങ്കിൽ ജഡത്തെ അനുസരിച്ച് നടക്കാതെ ആത്മാവിനെ മാത്രമേ അനുസരിച്ച് നടക്കൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ ദൈവം പ്രസാദിക്കും. കണക്ഷൻ പിടി കിട്ടുന്നുണ്ടോ? കണക്ഷൻ ലിങ്ക് പിടി കിട്ടുന്നുണ്ടോ? ജഡത്തെ അനുസരിച്ച് നടക്കാതെ ആത്മാവിനെ മാത്രം അനുസരിച്ച് നടക്കുന്ന ക്രിസ്തുവേശുവിലുള്ള ഒരു ദൈവത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത്. സ്തോത്രം. അപ്പൊ ക്രിസ്തുവേശുവിലാണെന്നുള്ള ഉറപ്പ് വരുത്തണ്ടേ? ക്രിസ്തുവേശുവിലുള്ളവർ, ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. അപ്പൊ ക്രിസ്തുവിലാണെന്നുള്ളത് ഉറപ്പുവരുത്തണം. നമ്മുടെ ജീവിതം ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ? പലരും പല സാഹിത്യത്തിലൊക്കെ പറഞ്ഞ്, എന്റെ ശൈലിയല്ല കേട്ടോ, എനിക്ക് അങ്ങൊന്നും പറയാൻ അറിയത്തില്ല. പക്ഷെ എന്നാലും കേട്ടപ്പോ അതിനകത്ത് അല്പം കഴമ്പുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഒരു ദിവസം പറഞ്ഞത്, ജനനം എന്ന 3 അക്ഷരത്തിലൂടെ ആരംഭിച്ച് ജീവിതം എന്ന 3 അക്ഷരത്തിലൂടെ മുന്നോട്ട് നീങ്ങി മരണമെന്ന 3 അക്ഷരത്തിൽ അവസാനിക്കാതെ നരകമെന്ന 3 അക്ഷരത്തിൽ പോകാതെ നിത്യത എന്ന 3 അക്ഷരത്തിൽ എത്തിച്ചേരണം എന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് അത് കേൾക്കുന്ന കേട്ടോ. എന്റെ അല്ല, വേറെ ആള് പറഞ്ഞ്, ഞാൻ കടമെടുത്ത് പറഞ്ഞതാ. ഞാൻ പറഞ്ഞൊന്നും വഴക്കുണ്ടാക്കില്ല. ഞാൻ പറഞ്ഞാൽ ഒന്നും കറക്റ്റായിട്ട് വരത്തില്ല. ഞാൻ പറയുമ്പോ ആ 3 അക്ഷരം 6 പോകും. പക്ഷെ എന്നാലും കേട്ടപ്പോ അതിനകത്തൊരു ചെറിയൊരു എന്തോ സംഗതി ഉള്ള പോലെ തോന്നി. ശരിയല്ലേ? ജനനം എന്ന 3 അക്ഷരത്തിൽ ആരംഭിച്ച് ജീവിതം എന്ന 3 അക്ഷരത്തിലൂടെ മുന്നോട്ട് നീങ്ങി മരണമെന്ന 3 അക്ഷരത്തിലെടുപ്പോൾ എത്തപ്പെടുമ്പോൾ നരകമെന്ന 3 അക്ഷരത്തിലേക്ക് പോകാതെ നിത്യത എന്ന 3 അക്ഷരത്തിലേക്ക് ചെല്ലണം. സ്തോത്രം. നിങ്ങളിനി അക്ഷരം എത്ര നാണെങ്കിലും ശരി, അതിന്റെ ഏറ്റക്കുറച്ചിന്റെ പുറകെ പോകണ്ട. ക്രിസ്തുവിലാണെങ്കിലേ എടുക്കപ്പെടുകയുള്ളൂ. അതാണ് ഇതിന്റെ. ആ ക്രിസ്തുവിലാണെന്ന് എങ്ങനെ അറിയാം? ഇനി അതെല്ലാം പറയാൻ പോയ സമയം പോകും. ക്രിസ്തുവേശുവിലുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് കൂടെ ഉരിഞ്ഞു കളയും. അത് വെച്ചോണ്ട് നടക്കുമെന്നല്ല. ഒരു ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുമല്ലോ. എങ്ങനെ? ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് ഉരിഞ്ഞു കളയണം. പതുക്കെ തോണ്ടിക്കളയണമെന്നല്ല.
എങ്ങനെ ഉരിഞ്ഞു കളയാന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ നമ്മുടെ നാടൻ രീതിയിൽ തന്നെ ഞാൻ പറയും, വലിയ സാഹിത്യ ഭാഷയൊന്നും പോകാതെ അത്യാവശ്യം വീട്ടിലേക്ക് ആഹാര സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുന്നവരാണല്ലോ എല്ലാവരും, ഇല്ലേ? കടലൊക്കെ പോണവരല്ലേ? അതിനും കടയിൽ പോകുന്നവരല്ല, അല്ലെങ്കിൽ കടയിലൊക്കെ ഇടയ്ക്ക് പോണം. എന്തെങ്കിലും സാധനമൊക്കെ വീട്ടിൽ മേടിച്ചു കൊടുത്തേച്ച് ആരെങ്കിലും വരുമ്പോ എടുക്കാനൊക്കെ പറയാവും, അല്ലേ? ചില അതൊന്നും ചെയ്യത്തില്ല. ആരെങ്കിലും വീട്ടിൽ വന്നപ്പോഴത്തേക്കിനും ജെസ്സിയെ അലുവ എടുത്തെന്ന് പറയുമ്പോണ്ടല്ലോ, ജെസ്സി അടുക്കളയിൽ നിന്നുകൊണ്ട് വേർക്കുക. ഏത് അലുവ? അലുവ വീട്ടിൽ വന്നിട്ട് മാസം 3 പുള്ളി വലിയ സ്റ്റൈലിൽ ഇരുന്നുകൊണ്ട് അലുവ എടുക്ക്, ജിലേബി എടുക്ക്, അല്ലേ, ചിപ്സ് എടുക്കുന്നൊക്കെ പറയുമ്പോ അടുക്കള നിൽക്കുന്നവരുടെ വിഷമം ഒന്നാലോചിച്ച് നോക്കി. പാലും മേടിച്ചോണ്ട് വരികയില്ല, പാക്കറ്റും കൂട്ടില്ല, എന്താ ചാരം വന്ന് പറഞ്ഞ ചായ എടുക്ക്, കോഫി എടുക്കുന്നൊക്കെ പറയുമ്പോ അടുക്കള നിൽക്കുന്നവരുടെ വിഷമം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സ്തോത്രം. ഞാൻ പറഞ്ഞതേ അത്യാവശ്യം കടയിലൊക്കെ പോവുകയും സാധനമൊക്കെ മേടിക്കുകയും ചെയ്യുന്നവരാണല്ലോ, അല്ലേ? ആണെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ ചിക്കൻ വാങ്ങിക്കാൻ പോകുമ്പോൾ ഉരിഞ്ഞുകളന്ന കാര്യം പറയണ്ടല്ല, കടയിൽ പോകുന്ന കാര്യം, സപ്ലൈക്ക് പോകുന്ന കാര്യം പറയാനായിട്ടല്ല. ശ്രദ്ധിച്ചാൽ അറിയാം എങ്ങനെ ഉരിയുന്നെന്നുള്ളത്. അവിടെ നിൽക്കുന്ന ബംഗാളി പയ്യനുണ്ടല്ലോ, മലയാളികൾ പിന്നെ എങ്ങും ഇല്ലല്ലോ, അതുകൊണ്ടായി പറഞ്ഞു. കഴുത്ത് കണ്ടിച്ചിട്ട് ജീവൻ പോയി കഴിയുമ്പോഴത്തേന് ആ കയ്യിലെടുത്തേച്ചാണ് മേശപ്പുറത്ത് വെച്ച് ഇങ്ങനെ ഒരു വലിക്കും. കഴുത്തുള്ള മുഴുവൻ സ്കിന്നും ഉരിഞ്ഞിഞ്ഞു പോരും. അങ്ങനെ ചെയ്യുന്നതിനായി ഉരിഞ്ഞു കളയാൻ ഈ പറയുന്നത്. മനസ്സിലായോ? അപ്പോഴേ ജഡത്തെ അതിന്റെ സകല രാഗ മോഹങ്ങളിലൂടെ ഉരിഞ്ഞു കളയണം. പതുക്കെ തോണ്ടി തോണ്ടി കളയണമെന്നല്ല, ഒരു മയവും നോക്കാതെ ഇന്നലെ വരെ ഏറ്റവും വിലപ്പെട്ടതെന്ന് തോന്നുന്ന, ഇന്നലെ വരെ നമ്മുടെ ജീവിതത്തെ മതിച്ചിരുന്ന സകലത്തെയും ഉരിഞ്ഞു കളയണം. സ്തോത്രം. നിങ്ങളിൽ എത്ര പേർക്ക് ഇതിന്റെ ഗൗരവം പിടികിട്ടുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. എന്നെ എപ്പോഴും ഭയപ്പെടുന്ന ഒരു രംഗമാണ് ആവർത്തന പുസ്തകത്തിന്റെ അവസാന അധ്യായങ്ങൾ. എന്താണെന്നറിയാമോ? മോശെ തമ്പുരാന്റെ കാലെ കെട്ടി വീണ് കരയുന്ന ഒരു രംഗമുണ്ട്. എന്നെ ഒന്ന് അക്കരയ്ക്ക് വിടാവോ എന്ന് ചോദിച്ചു, യോർദാൻ അക്കരെ. തമ്പുരാൻ പറഞ്ഞു, നീ പോവുകയുള്ളൂ. ആരോട്? മോശയോട്. നിങ്ങൾ എന്താ ആലോചിച്ച് പറ, മോശ ആരാണ് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം? ആലോചിച്ച്. ദൈവത്തിന് ഇത്ര അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്ന വേറൊരാള് പുസ്തകത്തിലുണ്ടോ? ആ മോശയെ അക്കരെ വിട്ടില്ല. അന്നേരം നമ്മൾ ഉടായ്പ മാത്രം കൈവച്ചുകൊണ്ട് രക്തത്താജയം ഗ്ലോറി വിക്ടറി പറഞ്ഞുകൊണ്ട് ഈ ചാട്ടമെല്ലാം ചാടുന്നത്. മനസ്സിലായോ? ആ മോശയ്ക്ക് അക്കരെ കയറാൻ ഒത്തില്ലെങ്കിൽ നമ്മുടെ കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഇസ്രായേൽ ജനത്തെ വിടുവിച്ചുകൊണ്ട് പോന്ന മോശ, ചെങ്കടൽ വിഭജിച്ച മോശ, വടി തിരിച്ചു നീട്ടിയപ്പോൾ ചെങ്കടൽ വന്ന് ഒന്നായി തീർന്നു. ഫറവോനും കൂട്ടരെയും ഫിനിഷ് ചെയ്യാൻ ഉപയോഗിച്ചത് മോശയാ. തീർന്നില്ല. അത് കഴിഞ്ഞപ്പോ പർവ്വതത്തിൽ കയറി വരാൻ പറഞ്ഞു. 40 ദിവസം മോശയും ദൈവം ഫേസ് ടു ഫേസ് എന്നങ്ങ് സംസാരിക്കുക. പറയേണ്ട മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. പ്രമാണം മുഴുവൻ കൈമാറ്റം ചെയ്തു. സമാഗമത്തിന്റെ സ്കെച്ച്, പ്ലാന്, അളവുകൾ, കണക്കുകൾ എല്ലാം കൃത്യമായിട്ട് കൊടുത്തു. ശരിയല്ലേ? പോരെങ്കിൽ ഇറങ്ങി വന്നപ്പോൾ തൊക്ക് പ്രകാശിക്കാൻ ജനം പേടിച്ചു പോയി മോശയുടെ മുഖത്ത് നോക്കാൻ. പാറയെന്നടിച്ചു, വെള്ളം കുതിച്ചു ചാടി. ഒരു ബുക്ക് എടുത്ത് വെച്ച് മോശ ചെയ്ത കാര്യം എഴുതാൻ തുടങ്ങി എവിടെ എഴുതി തീർക്കാൻ പറ്റും? ദൈവം എപ്പോഴും സംസാരിക്കുന്ന മോശയോടാ. എല്ലാ ഇടപാടും മോശയോടാ. എന്നാ ഒരു ചെറിയ വിട്ടുവീഴ്ച ചെയ്യണ്ടായിരുന്നോ മോശയോട്? ഇത്രയൊക്കെ അനുഭവമുള്ള മോശയോട് ദൈവം തമ്പുരാൻ ഒരു ചെറിയ വിട്ടുവീഴ്ച ചെയ്യണ്ട. കാര്യം ചെറിയൊരു അപാകത പറ്റിയ സാരമില്ല, നീ കയറിപ്പോക്കൂ, ഞാൻ അപ്പുറത്ത് വരുമ്പോൾ നിന്നെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്തോളാം, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണ്ടായിരുന്നോ? ചെങ്കടൽ വിഭജിച്ചത് കൊണ്ടോ, സമാഗമനകൂടാരം പണിതത് കൊണ്ടോ, ന്യായപ്രമാണം പ്രാപിച്ചത് കൊണ്ടോ, കൽപ്പലക ചെത്തി ഉണ്ടാക്കിയത് കൊണ്ടോ,
പാറയടിച്ച് വെള്ളം കുതിച്ച് ചാടിയത് കൊണ്ടൊന്നും നീ അക്കരെ വരികയായിരുന്നു. ഇതിൽ കൂടുതൽ എന്നതാ പ്രിയരെ ഒരു പാഠം നമുക്ക് തരാനുള്ളത്? ഇവിടെ പ്രാർത്ഥിച്ച് തലവേദന മാറിക്കഴിഞ്ഞ പിന്നെ അവൻ അത്ഭുത രോഗശാന്തി ശുശ്രൂഷക്കാരനാണ്. അവിടെ ദൈവമായിട്ട് ഒരുമിച്ചിരുന്നവനെ അക്കരെ വിട്ടില്ല, പിന്നെ ആ തലവേദന മാറ്റിയ നിന്നെ. നമുക്കതൊക്കെയാണ് വലിയ കാര്യം പോലെ. ചെറുതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, രോഗശാന്തിക്കാർക്ക് ഞാൻ എതിരായിട്ടൊന്നും പറഞ്ഞതല്ല. നീ ശാന്തിയൊന്നും ഉണ്ടായില്ലെങ്കിലും അക്കരെ ചെല്ലണമെന്നുള്ള ഞാൻ ഈ പറയുന്നത്. അത് പറയുമ്പോ എന്നെ ആൾക്കാർക്ക് ഇഷ്ടമല്ല. സ്വോത്രം. തലവേദന മാറിയില്ലെങ്കിലും ടൂർ പോയില്ലെങ്കിലും അക്കരെ നാട്ടിൽ കാണുമെന്നുള്ള കാര്യം ഉറപ്പുവരുത്തണ്ടേ? അതല്ലേ വിഷയം. സ്തോത്രം. ക്രിസ്തുവേശുവിലുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളുടെ ഉരിഞ്ഞു കളയണം. പഴയതൊന്നും എന്നിലില്ല എന്ന് ഉറപ്പുവരുത്തണം. ഇയ്യോബ് പറഞ്ഞൊരു വാക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട്. നഗ്നനായി ഞാൻ ലോകത്തിലേക്ക് വന്നു, നഗ്നനായി തന്നെ ഞാൻ മടങ്ങിപ്പോകും. ഇയ്യോബ് പറയാ. നിങ്ങൾ അതിന്റെ അർത്ഥം എങ്ങനെയാ ഗ്രഹിച്ചിരിക്കുന്നത്? ശരിയാ, ജനിച്ചപ്പോ നഗ്നനായിട്ടാ വന്നത്, മരിക്കുമ്പോഴും അങ്ങനെ പോകുന്നു അല്ലേ? എന്നാൽ അതിന് ശരിയായ അർത്ഥം അതല്ല. ഞാൻ ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ ലോകത്തിൻ്റെതായ യാതൊന്നും എന്നിൽ പറ്റിപ്പിടിച്ചിട്ടില്ല. ഞാൻ തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും തൻ്റെ ഇടം ഉണ്ടോന്നാ ചോദിക്കുന്നേ. ലോകത്തിൻ്റെത് ഏതെങ്കിലും എന്നിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയാനായി പറഞ്ഞതിന്റെ അർത്ഥം. അല്ല തുണിയില്ലാതെ ഞാൻ പോവാണെന്നല്ല ഇതിനർത്ഥം. നിങ്ങളിൽ ആർക്കെങ്കിലും തൻ്റെ ഇടമുണ്ടോ, ലോകത്തിന്റെ ഏതെങ്കിലും പറ്റുമാനം എന്നിൽ പറ്റിയിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ തൻ്റെ ഇടമുണ്ടെങ്കിൽ പറയാനാ പറഞ്ഞതിന്റെ അർത്ഥം. അല്ല നഗ്നനായിട്ട് ഞാൻ പോകുന്നു പറഞ്ഞതിന്റെ അർത്ഥം തുണിയില്ലാതെ പോകുന്ന ആശയത്തിലല്ല. 100% ഞാൻ ഓപ്പണാ. ഈ ലോകത്തിൻ്റെതായതോ ലൗകികമായതോ ജഡത്തിൻ്റെതായോ എന്തെങ്കിലും എന്നിലുണ്ടെങ്കിൽ തൻ്റെ ഇടം ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാനാ ഇയ്യോബ് പറഞ്ഞതിന്റെ അർത്ഥം. അതാ ഇയ്യോബ് പറഞ്ഞ നഗ്നനായിട്ട് ഞാൻ വന്നു, അങ്ങനെ തന്നെ ഞാൻ പോകും, എനിക്കൊന്നും ഒളിക്കാനില്ല മറയ്ക്കാനില്ലെന്ന് അസന്നിഗ്ധമായി ഇയ്യോബ് പറയുക. കണ്ടോ, ക്രിസ്തുവിലാകുന്ന ഒരുവന്റെ ജീവിതത്തിലുണ്ടാകുന്ന വ്യത്യാസം. ക്രിസ്തുവേശുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളുടെ ഉരിഞ്ഞു കളഞ്ഞു. അത് വെച്ചിരുന്നാൽ വീണ്ടും അവിടെ പ്രശ്നം ഉണ്ടാക്കുമെന്നറിയാം. കണ്ടോ, അപ്പോൾ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. പുതിയ സൃഷ്ടിയാണെങ്കിൽ അതെല്ലാവരും അറിയും. സമസ്ത മേഖലയിലും അതിന്റെ അറിവുണ്ടാകും. പിന്നെ മുടി വെട്ടുന്ന ബാർബർ ഷോപ്പുകാരൻ വരെ അറിയും മാനസാന്തരപ്പെട്ടെന്നുള്ളത്. ഞാൻ ചുമ്മാ പറഞ്ഞല്ല. എന്താ, കഴിഞ്ഞ ആഴ്ച മുടി വെട്ടുന്ന പോലെ അല്ല ഇന്ന് വെട്ടുന്നത്. ഇനിയിപ്പം ഈ വിടുതൽ ശുശ്രൂഷ നടത്തുന്നവരും വരുന്ന കണ്ടിട്ടില്ലേ, മുടിയൊക്കെ നല്ല സ്റ്റൈലാക്കി ഇങ്ങനെ ആക്കി. ഇന്നാളെ ഒരാൾ പറഞ്ഞു പ്രഭുദേവന്റെ സ്റ്റൈലാണെന്ന്. പ്രഭുദേവന്റെ സ്റ്റൈൽ വിടുതൽ ശുശ്രൂഷിക്കാൻ ദേവദാസൻ ഇവിടുന്ന് സൈഡ് ഇങ്ങനെയൊക്കെ ചെത്തി ഇതാക്കി ഇതിങ്ങനെ ഈ പാടത്ത് നെല്ല് ചാഞ്ഞു നിൽക്കുന്ന പോലെ മുടി നിൽക്കുക, അങ്ങനെയൊക്കെയാ. സ്തോത്രം. ഇപ്പൊ പിന്നെ ഏത് വേഷത്തിലും നമുക്ക് ആ പോലേക്ക് ഞാൻ വരുന്നുണ്ട്, അന്നേരം ഞാൻ പറഞ്ഞോളാം. സ്തോത്രം. ഏത് വേഷത്തിലും ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിരുന്നു. സ്തോത്രം. അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടല്ലേ. അത് നമ്മുടെ തിയോളജി അനുസരിച്ച് നമ്മുടെ പഠനത്തിൽ ഇതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഹെബ്രൈക് ബാക്ക്ഗ്രൗണ്ട് വേദവസം പഠിച്ചാൽ അറിയാം നമ്മുടെ ഈ പരിപാടി ഒന്നും കാര്യം നടക്കില്ല. സ്തോത്രം. എൻ്റെ അർത്ഥം നാളെ തന്നെ കുപ്പായം ധരിച്ചിട്ട് പറഞ്ഞൊന്നുമല്ല കേട്ടോ, അങ്ങനെ ചിന്തിക്കില്ല. അതല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ആർക്കും കയറി എന്തും കാണിക്കാവുന്ന, ഏത് വേഷപ്രച്ഛന്നവും കാണിക്കാവുന്ന ഇടമല്ലിത്. സ്തോത്രം. യോഗ്യമായിരിക്കണം, മാന്യമായിരിക്കണം. സ്തോത്രം. അയോഗ്യമാകാൻ പാടില്ല ഒന്നും, മാന്യത ഇല്ലാത്തതാകാൻ പാടില്ല ഒന്നും. ഇസ് വെരി സ്ട്രിക്റ്റ്. എനിക്കല്ല, വേദപുസ്തകത്തിന്. സ്തോത്രം. അപ്പോൾ ക്രിസ്തുവിൽ ആയാൽ എന്നെങ്ങനെ അറിയാം എന്നുള്ള ഞാൻ പറഞ്ഞത്.
ഒറ്റ പോയിന്റേ ഞാൻ പറഞ്ഞത്. ക്രിസ്തുവേശുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളുടെ ഉരിഞ്ഞു കളഞ്ഞിട്ട്, സ്തോത്രം, നമ്മളെ സ്നാനപ്പെട്ട് കയറുമ്പോൾ ഒരു വാക്ക് ഗലാത്യരെ നമ്മൾ വായിക്കാറില്ലേ? അല്ലേ? ക്രിസ്തുവേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നിങ്ങളെല്ലാവരും ക്രിസ്തുവേശുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റ നിങ്ങൾ എല്ലാവരും യേശു ക്രിസ്തുവിനെ ധരിച്ചേക്കുക. അപ്പൊ ഉരിഞ്ഞു കളഞ്ഞാൽ മാത്രം പോരാ, ഉരിഞ്ഞു കളഞ്ഞിട്ട് വേറൊന്ന് ധരിക്കണം. അത് പറയാനായിട്ടാണ്. ഉരിഞ്ഞു കളഞ്ഞിട്ട് പിന്നെ അങ്ങനെ നിന്നാ മതിയോ? അല്ല, ആ പഴയ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളുടെ ഉരിഞ്ഞു കളഞ്ഞിട്ട് യേശു ക്രിസ്തുവിനെ ധരിക്കണം. യേശു ക്രിസ്തുവിനെ ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ നോക്കുന്നവരെല്ലാം ആരെ കാണണം? തൃശ്ശൂര് ഈ ഓണാഘോഷം എല്ലാം കഴിഞ്ഞ് ഒന്നോ രണ്ടാഴ്ച കഴിയുമ്പോഴാണ് ഈ പുലികളി എന്ന് പറഞ്ഞ സംഭവം പ്രസിദ്ധമാണല്ലോ. തൃശ്ശൂരെ പുലികളി അല്ലേ? അവരെല്ലാം ഉടുത്തിരുന്ന വസ്ത്രം എല്ലാം മാറ്റിയിട്ട് ശരീരം മുഴുവൻ വസ്ത്രം കളയുന്നല്ല ഞാൻ പറഞ്ഞു, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ശരീരം മുഴുവൻ ആ പുലിയുടെ പെയിന്റും എല്ലാം അടിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആര് നോക്കാലും പുലിയെ കാണാം. ഒരു 500 പുലി തൃശ്ശൂർ ടൗണിൽ കാണാൻ നല്ല രസമാണ് കേട്ടോ. ടി വിയിലൊക്കെ കാണിക്കും. ഒരു 500 പുലി റൗണ്ടിൽ കൂടെ, തൃശ്ശൂർ ആ റൗണ്ടിൽ കൂടെ വരുന്ന കാണാൻ എത്ര ഭംഗിയാണ്. എങ്ങോട്ട് നോക്കിയാലും പുലി. ഞാൻ ഉദാഹരണം പറഞ്ഞതാ. എന്നതുപോലെ ക്രിസ്തുവിനെ ധരിച്ച ഒരു ദൈവത്തിനെ കാണുമ്പോൾ ആരെ കാണണം? നമ്മളത് കേട്ട ഉടനെ രക്തഞ്ചയം ഗ്ലോറി പറയാനാ കരുതി. രക്തഞ്ചയം ഗ്ലോറി ഒന്നും പറയണം, ഞാൻ ഈ പറഞ്ഞതിന്റെ ബാക്കി പറഞ്ഞാൽ മതി. ക്രിസ്തുവിനെ ധരിച്ച ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നോക്കുന്നയാൾ ആരെ കാണും? ക്രിസ്തുവിനെ കാണും. അത് വേണം ഉഷാൻറ്റി, അങ്ങനെ തന്നെ വേണം. സ്തോത്രം. അങ്ങനെ നമ്മളെ കാണുമ്പോൾ ആ ക്രിസ്തുവിന്റെ അതേ ഭാവം നമുക്ക് ഉണ്ടാകണം. അതൊന്നുമില്ലാതെ ആർത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത രീതിയിൽ ഒന്നായിരിക്കും നമ്മൾ. എനിക്കൊരാളെ അറിയാം. പുള്ളിക്കാരൻ വീടിന്റെ ഫ്രണ്ട് നിൽക്കുമ്പോഴാ വേളാങ്കണ്ണിക്ക് പോകാനായിട്ട് ഒരു പാത്രവും അതിനകത്ത് ഏതാണ്ടെല്ലാം വെച്ചുകൊണ്ട് വന്നു. ഗേറ്റിന്റെ ഇരിക്കുക വാതിക്ക വധിച്ചു. പുള്ളിക്കാരൻ ചോദിച്ചു, എന്തുവാ? വേളാങ്കണ്ണിക്ക് പോകാനാന്ന് പറഞ്ഞു. പാത്രം കാണിച്ചു. പുള്ളിക്കാരൻ പറഞ്ഞു, നേരെ പോയാൽ മതി. സ്തോത്രം. വേളാങ്കണ്ണിക്ക് പോകാൻ വന്നാന്ന് പറഞ്ഞപ്പം പുള്ളിക്കാരൻ പറഞ്ഞു, നേരെ പോയാൽ മതി. അവിടെ ചെന്ന് നേരെ ലെഫ്റ്റ് തിരിഞ്ഞ് ഒറ്റ വഴി വേളാങ്കണ്ണി. സ്തോത്രം. അതവിടെ നിൽക്കട്ടെ, നമ്മൾ ടോപ്പിക് അതല്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞതേ, ക്രിസ്തുവേശുവിലായി കഴിഞ്ഞാൽ ക്രിസ്തുവേശുള്ളവർ രാഗമോഹം, ജഡത്തെ അതിന്റെ രാഗമോഹം ഉരിഞ്ഞു കളഞ്ഞാൽ മാത്രം പോരാ, വേറൊന്ന് ധരിക്കണം. ധരിക്കുന്നത് ആരെയാണ്? യേശു ക്രിസ്തുവിനെയാണ്. തൃശ്ശൂർ സ്വരാജ് ഗ്രൗണ്ടിൽ പുലിയെ കാണുന്നു പറഞ്ഞ പോലെ നമ്മൾ കർത്താവിനെ ധരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കാണുന്നവരിൽ ആരെ കാണണം? കർത്താവിനെ കാണണം. കർത്താവിന്റെ ആ സ്വഭാവ രീതി, സംഭാഷണ ശൈലി, ജീവിതമൊക്കെ നാം പകർത്തണം. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ഏകദേശം അതുപോലെ ആകാനുള്ള ശ്രമമാണ്. അങ്ങനെ ശ്രമിക്കുമ്പോൾ നമുക്ക് ക്രിസ്തുവാകുന്ന തലയോളം വളരാൻ ഒക്കൂ. അങ്ങനെയൊക്കെ ഉള്ളവരെയാണ് കർത്താവ് കാഹളമൊക്കെ മുഴക്കി കൊണ്ടുപോകുന്നത്. മനസ്സിലായല്ലോ? സ്തോത്രം. അല്ല, വാ തുറന്നൊരു സ്തോത്രം പോലും പറയാതിരിക്കുന്ന കക്ഷികളെല്ലാം കാഹളം കേൾക്കുമ്പോൾ അങ്ങ് പോകണമെന്നും പറഞ്ഞുകൊണ്ട് ബഹളം വെച്ചാൽ അത് നടക്കുകയില്ല. പിന്നെ അങ്ങനെയൊക്കെ പറയാൻ ഒക്കൂ. ആ പ്രതീക്ഷ നമ്മൾ കൈ വിടുകയും വേണ്ട. ഞാൻ പറഞ്ഞൊരു കാര്യം ഗ്രീക്കാണെന്ന് വിശ്വസിക്കുന്നു. പോയിന്റ് നമ്പർ 1, ദൈവപ്രസാദമുള്ള ജീവിതം. ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സാക്ഷ്യം പ്രാപിക്കണം. സാക്ഷ്യം പ്രാപിക്കുമ്പോൾ എങ്ങനെ സാക്ഷ്യം പ്രാപിക്കണം? ഒരു ദൈവബോധന്റെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും ഒരുപോലെ ദൈവപ്രസാദമുള്ളതാണ് എന്ന് നാം സാക്ഷ്യം പ്രാപിക്കണം. കർത്താവ് അത് പ്രാപിച്ചു. രണ്ടാമത്തെ കാര്യം, ക്രിസ്തുവിലുള്ളവർ എടുക്കപ്പെടും. ക്രിസ്തുവിലാവുക എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു.
അങ്ങനെ ക്രിസ്തുവിലായാൽ അവൻ ചെയ്യുന്ന കാര്യമാണ് ജഡത്തെ രാഗമോഹോട് ഉരിഞ്ഞു കളയും. ഉരിഞ്ഞു കളഞ്ഞാൽ മാത്രം പോരാ, ഉരിഞ്ഞു കളഞ്ഞിട്ട് മറ്റൊന്ന് ധരിക്കും. അത് ക്രിസ്തുവിനെയാണ്. ക്രിസ്തുവിനെ ധരിച്ചു കഴിഞ്ഞാൽ കാണുന്നവരാരെ കാണണം? ക്രിസ്തുവിനെ കാണണം. ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മിലും ഉണ്ടാകും. അങ്ങനെയുള്ള ദൈവത്തിനെ ചേർക്കാനായിട്ടാണ് കർത്താവ് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഗ്രഹിച്ചതിലൂടെ നമ്മുടെ വ്യക്തിപരമായ ജീവിതവുമായിട്ട് ഇത് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ഏതെല്ലാം മേഖലയിലാണ് തിരുത്തൽ വേണ്ടത്, ഏതെല്ലാം കാര്യത്തിലാണ് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത്, അങ്ങനെ ഉറപ്പ് പ്രാപിച്ച് കർത്താവിന്റെ വരവിനോട് ഒരുങ്ങുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ച് ഇന്നത്തെ ക്ലാസ്സിനോട് അവസാനിപ്പിക്കുന്നു. ദൈവികമായ അടുത്ത ക്ലാസ്സിന്റെ ബാക്കി ഭാഗം ചിന്തിക്കാം. കർത്താവ് നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ഓൾ.